on the moon. Dancing on the moon. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് മൊമെന്റ്സ്. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളെ CRM സൈക്കിൾ റൈഡേഴ്സ് മഞ്ചേരിയുടെ ജെയ്സി ലോഞ്ചിങ് ആണ്. ഇവിടെ മഞ്ചേരി IGBT ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എത്താറായിട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ വെച്ചാണ് നമ്മളെ പരിപാടി നടക്കുന്നത്. നമ്മളെ CRMൻ്റെ ഒഫീഷ്യൽ ലോഗോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി ഫയർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളെ ജെയ്സി ലോഞ്ചിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇത്രയും സൈക്കിൾ റൈഡേഴ്സ് ഉണ്ട്. ജെയ്സി പ്രകാശനവും നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ മുൻ സന്തോഷ് ട്രോഫി താരവും ഇപ്പോൾ കേരള പോലീസ് പ്ലെയറുമായ നമ്മുടെ ഫിറോസ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി CI അലവി സാറ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാറാണ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രൂപ്പ് റൈഡ് ഉണ്ട് നമ്മുടെ മഞ്ചേരി ടൗണിലൂടെ. അതിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ സാറാണ് ഏറ്റിട്ടുള്ളത്. അതുപോലെ നമ്മളെ സീനിയർ റൈഡറായ നമ്മുടെ ചമയം സക്കീർക്ക, അതുപോലെ തന്നെ നമ്മുടെ 2 സ്പോൺസേഴ്സ് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തുള്ള അവർ എത്തിച്ചേരും. നമ്മളെ മിഡ്വേ കുഴിമന്തി MD സിദ്ദീഖ് സാറും അതുപോലെ രാജധാനി ഫർണിച്ചർ മുജീബ് സാറും. അടുത്ത പ്രോഗ്രാം നമ്മുടെ എല്ലാവരും കുറേ കാലമായി കാത്തിരിക്കുന്ന നമ്മുടെ ജെയ്സി ലോഞ്ചിങ് ആണ്. നമ്മൾ 2 മാസം മുന്നായിരുന്നു പ്ലാൻ ചെയ്തത്. കുറേ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് റൈഡേഴ്സിനോട് പ്രത്യേകം ലേറ്റ് ആയതിൽ ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ ജെയ്സി പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുൻ സന്തോഷ് ട്രോഫി താരവും ഇപ്പോൾ കേരള പോലീസ് പ്ലെയറുമായ ഫിറോസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടിക്കേ. പൊട്ടിക്കടാ. സൈക്കിൾ ടീമിൻ്റെ ഒരു പരിപാടി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മഞ്ചേരി ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടോന്നൊക്കെ ചോദിച്ചു പേഴ്സണലുണ്ട്. അപ്പോൾ വേറെ IGBT ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങളൊരു കൂട്ടായ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ ഓരോ മാറ്റങ്ങൾ തന്നെ നമ്മളെ മഞ്ചേരി പൊതുവെയാണ് കാണാത്തൊരു സംഗതികളെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഒരു എറണാട് സോക്കർ അക്കാദമി ആണ്. അപ്പോൾ ഇതൊന്നും മഞ്ചേരി ഇല്ലാത്തൊരു സംഗതിയായിരുന്നു. അപ്പോൾ അത് കൊടുന്നപ്പോൾ വേറെ അക്കാദമി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കുള്ളൂ. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ രാവിലെ തന്നെ മോർണിംഗിൽ നല്ലൊരു നമുക്ക് ഇങ്ങനെ എനർജി കീപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പരിപാടി ഇതാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ ഫുട്ബോളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാനും ഇതിലേറ്റം കളിക്കാരും വരിക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിലിനോട്. അപ്പം എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കും. അതെ എല്ലാവർക്കും കൂടി ആശംസ അറിയിക്കുന്നു. നമ്മുടെ മഞ്ചേരിയിലെ കൂട്ടായ്മയുടെ സീനിയർ റൈഡർ ശ്രീനിവാസ സാറിനെ ക്ഷണിച്ചോളൂ. നമ്മളെ റൈഡേഴ്സിന് ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സ്പ്രിങ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ഫസൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. First of all, the guests, Mr. Firoz Babu, and then of course Mr. Musa. അതുപോലെ നമ്മൾ ക്ഷണിച്ചിട്ടില്ലെങ്കിലും മഞ്ചേരിയിലെ സാമൂഹിക പ്രവർത്തകരൊക്കെ പഴയ കൗൺസിലേഴ്സ് പല ആൾക്കാരും നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി എ വെരി ഗുഡ് മോർണിംഗ്. മഞ്ചേരിയിൽ ഒരു സൈക്ലിംഗ് ക്ലബ് വാസ് എ ഡ്രീം ആക്ച്വലി. അതിന് ആദ്യം മുന്നിട്ട് വന്ന നമ്മുടെ കുറേ ചെറുപ്പക്കാർ, ഐ നോട്ട് മെൻഷനിങ് എനിവൺസ് നെയിം, എല്ലാവർക്കും ആദ്യം ഒരു ബിഗ് താങ്ക് യു പറയാം. അവർക്ക് നമ്മുടെ കയ്യിൽ കൊടുക്കും.
അതുപോലെ ചെറുപ്പക്കാരത്തിന് മുന്നോട്ട് വരുമ്പം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന സീനിയർ ആയിട്ട്, ഐ ഡോണ്ട് നോ ഹിസ് നെയിം, സക്കീർക്ക, അതുപോലെ ബാക്കിലിരിക്കുന്ന സാറ്, ഇതുപോലത്തെ ആൾക്കാർ കൂടെ നമുക്ക് വേണം. കാരണം ചെറുപ്പക്കാരുടെയും, ആരോ നേരത്തെ ചോദിച്ചു ഇതിനെന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ സൈക്ലിസ്റ്റ് പറയുന്നത് 90കൾ കഴിഞ്ഞ ആൾക്കാരാണെന്നുള്ളതാണ് നമ്മൾ ഹിസ്റ്ററി വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സോ സൈക്ലിങ്ങിന് ഏജ് ഇല്ല. ഏറ്റവും ചെറിയ കുട്ടികളായ നിങ്ങളും അതുപോലെ ഏറ്റവും പ്രായമുള്ളവരും മുന്നോട്ട് വരുമ്പോഴാണ് ക്ലബ്ബ് അതിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് വരുന്നത്. ഒരുപാട് കാലം കുറച്ച് നല്ല ക്ലബ്ബുകളിൽ ഭാഗമായതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ വരണം. പക്ഷേ ഒരേ കണ്ടീഷൻ, എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം. ബിക്കോസ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം സൈക്ലിങ്ങിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. സൈക്ലിംഗ് വരുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എല്ലാ സ്ഥലങ്ങളിലും നൂറുകണക്കിന് സൈക്ലിസ്റ്റുകളും അല്ലെങ്കിൽ 50s or 40s നമ്പർ ഓഫ് ക്ലബ്സ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഞ്ചേരി സൈക്കിൾ റൈഡേഴ്സ് ഓഫ് മഞ്ചേരി എന്നുള്ള ക്ലബിൻ്റെ പ്രത്യേകത നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സ്വന്തം സേഫ്റ്റിക്കും മറ്റുള്ളവരുടെ സെക്യൂരിറ്റിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം കുട്ടികളായാലും പ്രായമുള്ളവരായാലും സൈക്ലിംഗ് വരേണ്ടത്. ഈ മെസ്സേജ് ഇവിടെ പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ കുറച്ച് എന്താ പറയുക സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും എടുക്കാണ്ട് സൈക്ലിംഗ് വരുന്ന പ്രവണത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ കുറച്ച് കുട്ടികളെ കണ്ടുകൊണ്ട് പറയുന്നു, സൈക്ലിംഗ് രസകരമാണ്, ആനന്ദകരമാണ്, ഒരുപാട് ആരോഗ്യകരമായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അതേസമയം കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ പാരൻസ് നിങ്ങൾ സൈക്കിൾ വാങ്ങിച്ചു തരുമ്പം കൂടെ നല്ല ഒരു ഹെൽമെറ്റ് കൂടെ വാങ്ങിച്ചു തരാൻ വേണ്ടി പാരൻസിനോട് പറയാം. അതിനിവിടെ കാണുന്നവരും കേൾക്കുന്നവരും പ്രൊമോട്ട് ചെയ്യുക വേണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. Now coming back to cycling, മഞ്ചേരി സൈക്കിൾ റൈഡേഴ്സ് അല്ലെങ്കിൽ സൈക്കിൾ റൈഡേഴ്സ് മഞ്ചേരി എന്നുള്ള ക്ലബ്ബ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാവുന്നുള്ളത് മഞ്ചേരിക്കാരനായ എന്നെ പോലത്തെ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനൊരു വെന്യൂ ഒരുക്കിയിട്ടും ഇത്ര നമ്പർ ഉള്ളതും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആക്ച്വലി എനിക്കറിയാം നല്ല നല്ല ക്ലബ്ബുകൾ പോലും ഒരു പ്രോഗ്രാം, ഒരു ഇവൻറ്റ് സംഘടിപ്പിച്ച ഗെറ്റിംഗ് ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ഇസ് നെവർ ഈസി. സോ ദിവസവും നിലമ്പൂരിലേക്ക് സൈക്കിൾ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന ഒരാളാണ്. ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പക്ഷേ എന്നെക്കാളൊക്കെ മുമ്പ് തന്നെ അരീക്കോട് നിന്നും മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ദിവസവും സൈക്കിൾ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ഐ തിങ്ക് ഹുസൈൻക്കാണ് അല്ലേ, ഹുസൈൻഖാനെ പോലത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട്, ഞാൻ തുടങ്ങിയിട്ട് 5 മാസമേ ഉള്ളായിരുന്നെങ്കിലും വർഷങ്ങളായിട്ട് ജോലിക്ക് സൈക്കിളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ അറിയാലോ, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചറാണ്. പലരും എന്നോട് ചോദിക്കായിരുന്നു വേർക്കില്ലേ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സ്കൂളിൽ പോകാൻ. ആക്ച്വലി നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ ഗവൺമെൻറ് ആണെങ്കിലും അതെല്ലാം സ്വകാര്യ സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ചെന്ന് ഡ്രസ്സ് മാറി കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വി ലിവ് ഇൻ കേരള വിച്ച് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, നോ ഡൗട്ട്. അത്തരം ഒരു സംസ്ഥാനം ജീവിക്കുന്നിടത്ത് ഡ്രസ്സ് മാറാനോ ഇതിനൊന്നും സമയമില്ല അല്ലെങ്കിൽ സ്ഥലമില്ല എന്ന് പറയുന്നതിൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സ്റ്റൂപ്പിഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്ക് കൂടെ സൈക്ലിംഗ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദാറ്റ്സ് എ മെസ്സേജ് ഫോർ ദ ഡേ. സൈക്ലിംഗ് മാത്രമല്ല, രസത്തിനും സ്പീഡിനും വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ഡെയിലി ആവശ്യങ്ങൾ കൂടി സൈക്കിൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ certainly we'll have a big change in life. അതാണ് നമുക്ക് ശരിക്കും ആക്ച്വലി വേണ്ടത്. മഞ്ചേരിയിലും അങ്ങനെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. മഞ്ചേരിയിലെ മോളുകളിലും മറ്റൊക്കെ ഇവിടുത്തെ വ്യവസായികളൊക്കെ അതിനുള്ള സൗകര്യം ഒരുക്കിത്തരും നമുക്ക് പ്രതീക്ഷിക്കാം. സൈക്കിളും കൊണ്ടൊരു മോളിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള മനസ്സിലൊരു പേടി തിരിച്ചു വരുമ്പോൾ സൈക്കിൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ സൈക്കിൾ ഷുഡ് ബി സേഫ്. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മളൊന്ന് വിട്ടാൽ കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എണ്ണിക്കൊണ്ട് കാലിക്കറ്റ് പോലും അത്തരം ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് വെയർ ഹെൽമെറ്റ് ആൻഡ് കം ആൻഡ് ജോയിൻ us. ഇനി വലിയ ആൾക്കാരാണ് പറയാനുള്ളത്, ഡെയിലി ചെറിയ റൈഡ് വെച്ചിട്ടാണെങ്കിലും കണ്ടിന്യൂ റൈഡിങ്, ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇതിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. ദ വേ യു റൈഡ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്, അതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് നിന്ന് കിട്ടുന്ന ഒരു എൻജോയ്മെന്റ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്. ദാറ്റ്സ് ഓൾസോ സംതിങ് ഇമ്മെഷറബിൾ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. നേരത്തെ പറഞ്ഞ ഇൻട്രഡക്ഷനിൽ ചെറിയൊരു തിരുത്ത്, എന്നെ ക്ഷണിക്കും ഇതിൽ ഭാഗമൊക്കെ അല്ല വേണ്ടത്. സത്യത്തിൽ ആക്ച്വലി നമ്മളൊക്കെ ഇവിടുത്തെ ഹോസ്റ്റാണ്. മാത്രമല്ല എന്നെക്കാൾ വർഷങ്ങളായിട്ട് സൈക്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള, മാത്രമല്ല ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരുപാട് സൈക്ലിസ്റ്റുകളുണ്ട്. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം ഐ ആം സ്പീക്കിംഗ് ടു യു പീപ്പിൾ ടുഡേ. സോ താങ്ക് യു വെരി മച്ച്. ഇത് ഞാൻ ആ ക്ലബ്ബൊക്കെ വിട്ട് സൈക്കിൾ റൈഡേഴ്സ് മഞ്ചേരിയിൽ ഇനി ഞാനും ഉണ്ട്. മെമ്പർഷിപ്പ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സൈക്കിൾ റൈഡേഴ്സ് മഞ്ചേരി സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമാവുക. ഒരു ക്ലബിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റൈഡ് ചെയ്യുന്ന സൈക്ലിസ്റ്റുകളാണ്. മെമ്പർഷിപ്പ് എടുത്ത് സൈക്കിൾ വീട്ടിൽ വെക്കുന്നവരല്ല, റൈഡ് ചെയ്യുന്ന ആക്റ്റീവായി പങ്കെടുക്കുന്ന സൈക്ലിസ്റ്റുകളെ നമുക്ക് വേണ്ടത്. സോ വിൽ വിഷ് ലൈക്ക്
അടുത്ത വർഷം നമ്മൾ ഗ്യാദർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു വലിയ ഗ്യാദറിങ്ങിൽ കൊറോണ എല്ലാം പോയി സോഷ്യൽ ഡിസ്റ്റൻസിനെല്ലാം ആ ലിമിറ്റേഷൻസ് എല്ലാം എടുത്തു കളഞ്ഞ് നല്ല ഹെൽത്തി പവർഫുള്ളായ ബ്യൂട്ടിഫുള്ളായ ഒരു വെന്യൂവിൽ വെച്ചിട്ട് ഒരു പക്ഷേ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു ഇവൻറ്റ് സംഘടിപ്പിക്കാൻ പറ്റും. മാത്രമല്ല എനിക്ക് സൈക്കിൾ റൈഡേഴ്സ് മഞ്ചേരിയുടെ ഒഫീഷ്യൽസിനോട് പറയാനുള്ളത്, സൈക്ലിംഗ് ക്ലബ്ബ് ഫോം ചെയ്താൽ മാത്രം പോരാ, സൈക്ലിങ്ങിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് നമുക്ക് വേണം. എന്തുകൊണ്ട് സൈക്കിളിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഇപ്പം നേരത്തെ നമ്മളെ ഫയർ സ്റ്റേഷൻ എംപ്ലോയീസ് എന്നോട് ചോദിച്ചു എങ്ങനെ സൈക്കിൾ വാങ്ങാം. സൈക്കിൾ വാങ്ങുന്നത് തന്നെ വലിയ രസകരമായ ഒരു കഥയാണ്. നമ്മളിവിടെ നിന്നൊക്കെ വിട്ടാൽ ആദ്യം സൈക്കിൾസ് നോക്കുക, സൈക്കിൾ ഫിറ്റ് മെഷർ. എവിടെ അറിയാത്തവർക്കുണ്ട് ഈ വണ്ടി മാത്രം ഞാൻ പറയുന്നു. വെൻ യു ബൈ എ സൈക്കിൾ ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടത് സൈക്കിൾ ഫിറ്റ് ആണ്. എന്താണ് സൈക്കിൾ ഫിറ്റ് എന്ന് പറയാൻ ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ലെങ്ത്ത് ഇവിടുന്ന് താഴേക്കുള്ള ലെങ്ത്ത് ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് അനുസൃതമായ ഒരു സൈക്കിൾ വാങ്ങിക്കേണ്ടത്. അതിന് നല്ലൊരു പ്രൊഫഷണൽ സെല്ലർ എടുത്ത് പോയിട്ട് തന്നെ വാങ്ങിക്കുകയും വേണം. എനിക്ക് തോന്നുന്നത് ഉദയ സൈക്കിൾസിനെ പോലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മളെ മഞ്ചേരിയിൽ നല്ല സൈക്കിൾ ഷോപ്പുകൾ വരാമെന്ന് പ്രതീക്ഷിക്കാം. നല്ല പ്രൊഫഷണൽ സൈക്കിൾസ് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല അതിലൂടെ നമ്മളെ ചെറുപ്പക്കാർ, ഇനി എനിക്ക് തോന്നുന്നത് നേരത്തെ എന്നോട് ഒഫീഷ്യൽസ് പറഞ്ഞു ലേഡീസ് വരെ മഞ്ചേരിയിൽ റൈഡ് ചെയ്യുന്നവരുണ്ടെന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഹോപ്പ് വി ഓൾസോ ഹാവ് എ വിമൻ സെൽ ഓഫ് സൈക്ലിസ്റ്റ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ്. എന്തൊക്കെയോ പറഞ്ഞത് വ്യക്തമായിട്ട് അറിയില്ല, കാരണം ഒരു ഗസ്റ്റൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ആതിഥേയൻ എന്നുള്ള ഫീലിലാണ് സംസാരിക്കുന്നത്. എന്തായാലും മഞ്ചേരിയിലെ സൈക്ലിസ്റ്റുകൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പ്ലീസ് വെൽക്കം. വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. സെക്യൂറാക്കാനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ഇന്നിങ്ങനെ ഒരു ജേഴ്സി പ്രകാശനം കുറേ മുമ്പ് പ്ലാൻ ചെയ്തതാണ്. സത്യത്തിൽ ഞാനിതിൻ്റെ ഭാഗമാകുന്നത് ഈ സൈക്കിൾ വാങ്ങിയത് ഞാനല്ല, മകനാണ്. ഈ ചെറുപ്പക്കാരോട് പറയണം, അതൊക്കെ ഒരു ആവേശത്തിൽ വാങ്ങി മൂലക്കെട്ടു. ആ മൂലക്കെട്ട് അപ്പോഴാണ് ഞാൻ സാധാരണ സ്വിമ്മിങ്ങിന് പോകാൻ ഇടവണ്ണയാണ് വീട്, അതുകൊണ്ട് സ്വിമ്മിങ് പുഴയിൽ പോകാൻ സാധാരണ. അപ്പോൾ ഈ ഇതുണ്ടല്ലോ ലോക്ക്ഡൗണിൽ സ്വിമ്മിങ് ഒക്കെ നിർത്തി വെക്കാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഇനി എന്താ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ സാധനം മുറ്റത്ത് കാണുന്നത്. എടുത്ത് അങ്ങനെ 1 കിലോമീറ്റർ ദിവസം രാവിലെ പോയി അങ്ങനെ കൂട്ടി വന്ന് ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി കാരകുന്ന് വരെ വരാം. അങ്ങനെ കാരകുന്ന് വരെ എത്തി മടങ്ങി. പിന്നെ നിലമ്പൂർക്ക് പോകാൻ അന്ന് നിലമ്പൂർ ചെന്നപ്പോഴാണ് ബേസിലും ഇവരൊക്കെ അവിടെ മഞ്ചേരിക്കാണ്. അതോടുകൂടിയൊക്കെ ആവേശമായി. ഇനി നമുക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെ ദിവസം ഞാൻ ഇപ്പോൾ മഞ്ചേരിയിലേക്ക് കടയിലേക്ക് സൈക്കിൾ എടുത്താണ് വരുന്നത്. അത് നല്ലൊരു അനുഭവമാണ്. അത് മാത്രമല്ല നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദിവസം ഒരേ റൂട്ടിൽ കൂടെ പോയത്, പല റൂട്ടിൽ കൂടെ പോവുക. ഞാൻ ഇപ്പോൾ വരുന്നത് എളങ്കൂർ പത്തിരിയാൽ ഇങ്ങനെ എളങ്കൂർ വയ്ക്ക് കഴിഞ്ഞിട്ട് അതൊരു 4 കിലോമീറ്റർ കൂടുതലാണ്. എന്നാലും അതൊരു നല്ല ഹില്ലി ഏരിയയാണ്. അതുകൊണ്ട് നമുക്കതൊരു ആസ്വദിച്ചുകൊണ്ട് റൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ഒരു റൈഡ് നന്നായിട്ട് ആരോഗ്യത്തിനും സുഖമായിട്ട് വളരെയധികം ഞാൻ ഇത്രയധികം വയറ് കുറഞ്ഞ സമയം എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും ഈ നീന്തലും മറ്റൊക്കെ ഉണ്ടെങ്കിലും ഇത്രയധികം വയറ് കുറഞ്ഞ സമയം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സൈക്കിൾ റൈഡിങ് ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് നിൽക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ സഹായവും നമ്മുടെ ഈ സൈക്കിൾ റൈഡേഴ്സ് നമുക്ക് ചെയ്തു തരും. അതിന് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. ഭാഗമായി നമ്മളെ സീനിയർ മൊയ്തീൻകുട്ടി സാറെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പിന്നല്ല ഞാനിവിടെ പറഞ്ഞതെല്ലാം കേട്ടു. ഞങ്ങളെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടെ ആണ്. ഞങ്ങളിവിടെ ഐവ എന്നാണ് പേരിലാണ് ഞങ്ങളെ ഇത് ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത്. ആൾ ഇന്ത്യ വാക്കേഴ്സ് അസോസിയേഷൻ. പേര് കേട്ട ആരും ഞെട്ടൊന്നും വേണ്ട. ആൾ ഇന്ത്യ വാക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 72 പേരോളം അതിൽ മെമ്പർഷിപ്പുള്ള ഒരു ഐവ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. എല്ലാ കാര്യങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ പാർട്ടിയൊക്കെ നടത്തിയിരുന്നു, ഒരു കൂട്ടായ്മയൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ. പക്ഷേ അതൊക്കെ ഇപ്പോൾ കൊറോണ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നത്. ഞങ്ങളുടെ ഒരു പരിപാടി ഡെയിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 20-25 മിനിറ്റ്സ് വാക്ക്, ഒരു 6-7 റൗണ്ട് ഇത് നടക്കും. അത് കഴിഞ്ഞ് ഒരു 20-22 മിനിറ്റ്സ് കൂട്ടായിട്ട് ഒരു എക്സസൈസൊക്കെയാണ് ഇവിടെ നടത്തുന്നത്. അത് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത് മാറി ഇപ്പം അതിൻ്റെ ഒരു കോർഡിനേഷൻ എൻ്റെ തലയിൽ വന്ന് അങ്ങനെ അത് തന്നെ പറയണത്. അത് പത്രത്തിലൊക്കെ വന്നിരിക്കണം. അപ്പോൾ ഈ എക്സസൈസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സഭയായിട്ട് കൂടും. അത് കൂടിയിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു വിറ്റ് പറയും. വിറ്റ് വളിപ്പാണെങ്കിലും വളിപ്പല്ലെങ്കിലും രസമാണെങ്കിലും രസമല്ലെങ്കിലും തിരിച്ചോളം എന്തൊരു നിയമമുണ്ടായി. പിന്നെ അന്നത്തെ എന്താ പറയുക,
അന്ന് കാലിക പ്രസക്തിയുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ആരെങ്കിലും ഒരു ജനറൽ നോളജിൻ്റെ ക്ലാസ് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റില്ല. ഞങ്ങളെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ശ്രീനേട്ടൻ മൂപ്പര് സൈക്കിളിൻ്റെ ആൾ തന്നെയാണ്. അവിടുന്ന് സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത് മിക്കവാറും. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഒരുപാട് വിജയം ഉണ്ടാകട്ടെ. പിന്നെ ഒരാൾ റിക്വസ്റ്റ് ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ പറയുക, നടത്തക്കാർക്കൊരു പ്രത്യേകിച്ചൊരു വാക്ക് പെരിന്തൽമണ്ണയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് പിന്നെ എന്താ പറയുക ഇതാക്കിയിട്ട് പിന്നെ സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ അത് റൈഡേഴ്സിനുള്ളത് വേറെ, നടക്കാനുള്ളത് വേറെ, സൈക്കിൾ ട്രാക്ക് ശ്രമിച്ചു നോക്കാം. നടക്കില്ല എന്നുള്ളത് ഉറപ്പം പറയില്ല. സ്പോൺസേഴ്സിനൊക്കെ നമുക്ക് മഞ്ചേരി നമ്മൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് മുനിസിപ്പാലിറ്റി പുതിയ ഭരണസമിതിയിൽ നമുക്കൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ താങ്ക് യു. നമ്മുടെ ജേഴ്സി വിതരണ ഉദ്ഘാടനമാണ്. അതിനുവേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമയം സെക്യൂറാക്കാനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സീനിയർ റൈഡർ അൻസിഫിനെ. അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അടുത്തതായി അവസാനമായിട്ട് നമ്മൾ അൽവി സാർ നമ്മുടെ ഗ്രൂപ്പ് റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ സാർ ഇപ്പോൾ എത്തിച്ചേരും. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് നമ്മളെ ഗസ്റ്റ് എല്ലാവർക്കും ഒരു ടീ ബ്രേക്കാണ്. നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കുടിച്ചിട്ട് മാത്രമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. അത് മനസ്സിലല്ല നമ്മളെ മഞ്ചേരി CI അൽവി സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. റൈഡേഴ്സിന് വേണ്ടിയിട്ട് 2 വാക്ക് സാറ് സംസാരിക്കുന്നതാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. നിങ്ങൾ ഇത് 2 തരത്തിൽ ഉപകാരപ്രദമാണ്. ഔപചാരികതയില്ല, 2 തരത്തിലുള്ള ഉപകാരപ്രദമാണ്. ഒന്ന്, പരിസ്ഥിതി സംബന്ധമായിട്ട് ഈ ഒരു ശീലത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് വളരെ നല്ല ഒരു പ്രവർത്തനമാണ് യൂത്തിൻ്റെ ഇടയിൽ. അതോടൊപ്പം നിങ്ങൾ ഈ സൈക്കിളാണെന്ന് കരുതി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ടാകും. കഴിഞ്ഞ മാസം 2 ആക്സിഡൻറ്റുകൾ മഞ്ചേരി സ്റ്റേഷനിൽ നടന്നത് സൈക്കിൾ റൈഡേഴ്സിൻ്റെയാണ്. കഴിഞ്ഞ മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ സൈക്കിളുമായിട്ട് പോകുമ്പോൾ മോട്ടോർ വെഹിക്കിളുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും വളരെ ചെറിയ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾ റോഡുകളിൽ സഞ്ചരിച്ച് കാണാറുള്ളത്. അതിന് പ്രത്യേക നിയമമൊന്നുമില്ല, എല്ലാം ഒരേ നിയമം തന്നെയാണ്. നിങ്ങൾ സൈക്കിളാണ് എന്ന് പറയുമ്പോൾ അത് മോട്ടോർ ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് പലപ്പോഴും റോഡിലൂടെ സൈക്കിളുമായിട്ട് പോകുന്ന നമ്മുടെ ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടുവരാറുള്ളത്. ശ്രദ്ധിക്കുക, NCERTയുടെ SCERTയുടെ കണക്കുകളിൽ 2 വീലേഴ്സിൽ സൈക്കിൾ റൈഡേഴ്സിൽ നിന്ന് പറ്റുന്ന അപകടം, അതായത് സൈക്കിൾ റൈഡേഴ്സ് അല്ല, കുട്ടികൾ സൈക്കിളുമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടം വളരെ കൂടുതലാണ്. അതിൻ്റെ കണക്കുകളെടുത്ത് നോക്കിയാൽ പറ്റും. കഴിഞ്ഞ മാസത്തെ മഞ്ചേരി സ്റ്റേഷൻ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നല്ല സമീപനമാണ്. നമ്മുടെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരിച്ചുപോക്ക്, അതുപോലെ നമ്മുടെ ആരോഗ്യരംഗത്ത് നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് രാവിലെ ഒരു 2 മണിക്കൂർ സൈക്കിൾ റൈഡിങ്, ഇതൊക്കെ വളരെ വലിയ സംഭവമാണ്. നിങ്ങൾ അതിലേക്ക് മടങ്ങിപ്പോകുന്ന യൂത്ത് വലിയ പ്രതീക്ഷയുള്ളതാണ്. പക്ഷേ ട്രാഫിക് നിയമങ്ങളും കൂടെ പാലിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു. സാറിന് ഒരു മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടി നമ്മൾ ബേസിൽ മെമ്പർ ജേഴ്സി ഡിസൈനിങ്ങും ലോഗോ ഡിസൈനിങ്ങും നിർവഹിച്ച നമ്മുടെ ക്ലബ്ബ് മെമ്പറും കൂടിയായ നമ്മൾ ആതിഫ് ബിയാർക്കിനെ ക്ഷണിക്കുന്നു. ഒരു മൊമെൻറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ഫ്ലാഗ് ഓഫ് നിർവഹിക്കാൻ വേണ്ടി സാറ് ക്ഷണിക്കുന്നു.
അപ്പോൾ ജെയ്സി വിതരണ ചടങ്ങിലാണ്. പിന്നെ നമ്മൾ അസൈനാറ് സ്മോൾ അല്ലേ? അങ്ങനെ CRMൻ്റെ JC ലോഞ്ചിങ് ആയതുകൊണ്ട് ഇന്ന് അതോടനുബന്ധിച്ച് തന്നെ ഒരു പഞ്ചർ കിറ്റും അതിൻ്റെ അകത്ത് അവർ തന്നിട്ടുണ്ട്. അതെന്താ ബാഗല്ല അത്? ഇതിലൊരു ബാഗാണ്, സൈക്കിളിലൊരു ബാഗാണ്. അതിൽ പഞ്ചർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു ഗ്ലൂ ഉണ്ട്, പിന്നെ പഞ്ചർ അടക്കാവുന്ന ഒരു പേപ്പർ വന്നിട്ടുണ്ട്, പിന്നെ CRMൻ്റെ ഒരു ലോഗോ സ്റ്റിക്കറായിട്ടുള്ളുണ്ട്. പിന്നെ നമുക്ക് പഞ്ചർ അടക്കാനുള്ള സംവിധാനത്തിന് എമർജൻസി ആയിട്ട് നമുക്ക് എവിടെയും ലോക്ക് ആകണ്ടെന്ന് കരുതിയിട്ടുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് CRM. ഒരുപാട് നന്ദിയുണ്ട് ഏതായാലും CRMന്. അപ്പോൾ നമ്മളെ CRMൻ്റെ ഒഫീഷ്യൽ JC ലോഞ്ചിങ് കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇനി ചെറിയൊരു റൈഡ് ഉണ്ട്, ഇവിടെ നെല്ലിപ്പറമ്പ് പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കാണുന്നവരെ ഗുഡ് ബൈ.